ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സ്കൂൾ കലോത്സവത്തിൻ്റെ കണ്ണൂർ ജില്ലാ കലോത്സവം നമ്മുടെ ചരിത്ര നഗരിയായ പയ്യന്നൂരിൽ വെച്ച് നടക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് സമ്മാനാർഹരെ കാത്തിരിക്കുന്ന നമ്മുടെ ട്രോഫികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ട്രോഫി സെൻറ്ററിലേക്കാണ്. ഇവിടെ നമ്മോടൊപ്പം ചേരാൻ നമ്മുടെ റിപ്പോർട്ടർ കൂടിയായ ചാന്ദിനിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാനും മറ്റു ഭാരവാഹികളൊക്കെ ഉണ്ട്. ചാന്ദിനി, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്? നികേഷ് ചേട്ടാ, ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ അടയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇവർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ട്രോഫികളൊക്കെയും തന്നെ വിദ്യാർത്ഥികളൊക്കെയും ഓരോ മത്സരാർത്ഥികളും ഓരോ മത്സരങ്ങളും കഴിഞ്ഞ് തീരുമ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഒന്നാം സ്ഥാനം കിട്ടുക, അതിനെ സംബന്ധിച്ച് അതിനുശേഷം ട്രോഫി കിട്ടുക, അതൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ട്രോഫി കമ്മിറ്റിയാണ് ഇവിടെ ട്രോഫി ഒക്കെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏത് രീതിയിലാണ്, വിദ്യാർത്ഥികൾക്കാണോ സ്കൂളിനാണോ എത്തരത്തിലാണ് ഈ ട്രോഫികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ട്രോഫി കമ്മിറ്റിയോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലതല്ലേ. ഈ ട്രോഫി ഗാലറിയിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി എവർ റോളിംഗ് ട്രോഫികൾ എന്നുള്ള നിലയിലൊക്കെ വിവിധ ഇനങ്ങളിൽ നൽകിയിരിക്കുന്ന ട്രോഫികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓരോ ജില്ലാ കലോത്സവങ്ങൾ നടക്കുമ്പോഴും മുൻ വർഷത്തെ വിജയികൾ അതെല്ലാം ഇവിടെ ഏൽപ്പിക്കുകയും അതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രോഫി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. ആ ട്രോഫി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം നടത്തുന്നതാണ്. സ്കൂളുകൾക്ക് പോയിൻ്റുകളുടെ അടിസ്ഥാനത്തിലാണ് റോളിംഗ് ട്രോഫികൾ കൊടുക്കുക. 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നുള്ള നിലയിൽ റോളിംഗ് ട്രോഫികൾ കൊടുക്കുക. ഈ റോളിംഗ് ട്രോഫികൾ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ജില്ലാതലത്തിലുള്ള ട്രോഫികൾ. അത് പ്രധാനമായും സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ ആണ് അത് വിതരണം ചെയ്യുക. പറഞ്ഞു വന്നത്, ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ കാലത്ത് 1ാം സമ്മാനം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഈ ട്രോഫിയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് അതുകൂടി അത് നമുക്ക് എപ്പോഴും ഒന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലേ സാറേ, എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രോഫി കൂടി നൽകുകയാണ്. അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനുമുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികളിൽ. അപ്പോൾ കൗമാരപ്രായത്തിലെ ഒരു കലോത്സവ വേദിയിൽ വെച്ച് ഞങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഈ പ്രാവശ്യം KSTC കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെൻറ്റർ എന്ന സംഘടനയാണ് ഈ ട്രോഫി ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഭംഗിയായി നല്ല നിലയിൽ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ, ഇവർ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കലോത്സവം തീരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇനി മറ്റ് മത്സരങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ നികേഷ് ചേട്ടാ? അതെ, അപ്പോൾ നമ്മൾ ഏതായാലും ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനം ഏറെ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ക്യാമറമാൻ അഗ്നിവേഷിനോടൊപ്പം ചാന്ദിനി, നികേഷ് താവോ.